ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPIM സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമായി. കണ്ണൂരിൽ MV ജയരാജനും വടകരയിൽ KK ശൈലജയും, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കും മത്സരിക്കും. വിജയരാഘവൻ പാലക്കാടും മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരിലും സ്ഥാനാർത്ഥിയാകും. എറണാകുളം, പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ധാരണയായിട്ടില്ല. ശരത് K ശശിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശരത്, ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളായിരുന്നു വിവിധ ജില്ലകളിൽ. അവിടെയാണ് ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്. പൊന്നാനിയിലും എറണാകുളത്തും ഒഴികെ ബാക്കി എല്ലായിടത്തും ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇതിപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും അനുമതിയോടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ എങ്കിൽ പോലും ജില്ലാ നേതൃത്വങ്ങളുടെ തീരുമാനങ്ങൾക്ക് മറികടന്നുകൊണ്ട് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിത്വം ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ശരത്? ബിനിൽ, അത്തരം സാധ്യത വളരെ വിരളമാണ്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് 27-ാം തീയതി വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. CPM 15 ലോക്സഭാ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഈ 15-ൽ 12 ഇടങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. 3 ഇടങ്ങളിലാണ് ചില തീരുമാനങ്ങൾ വരേണ്ടത്. അത് ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊന്നാനി, എറണാകുളം, കൂടാതെ മലപ്പുറത്തിന്റെ കാര്യത്തിലും ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളാണ് സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടിക സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇത് പ്രകാരം മുൻ ജില്ലാ സെക്രട്ടറിമാരും MLA മാരും മന്ത്രിയും MP മാരും എല്ലാം തന്നെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാസർഗോഡ് മുതൽ ആരംഭിക്കുകയാണെങ്കിൽ കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ആയിരിക്കും മത്സരിക്കുക. കണ്ണൂരിലും ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് MV ജയരാജന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വടകരയിൽ KK ശൈലജ ടീച്ചർ, കോഴിക്കോട് എളമരം കരീം, പാലക്കാട് പൊളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ, ആലത്തൂർ മന്ത്രി K രാധാകൃഷ്ണൻ, ചാലക്കുടി മുൻ മന്ത്രി C രവീന്ദ്രനാഥ് എന്നിവരായിരിക്കും മത്സരിക്കുക. ഇത് എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒറ്റ പേരുകളാണ് നേതൃത്വത്തിന് നൽകിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൊല്ലത്തേക്ക് ഏറ്റവും വലിയ ഒരു ദുർഘടമായ മത്സരം CPM പ്രതീക്ഷിക്കുന്ന കൊല്ലത്ത് MLA മുകേഷിനെ NK പ്രേമചന്ദ്രനെതിരെ രംഗത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MP ആരിഫിന് ഏതായാലും ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും. തോമസ് ഐസക്കിന് പാർട്ടി ചുമതല കഴിഞ്ഞ കുറേ നാളുകളായി പത്തനംതിട്ടയിലാണ്. അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് തോമസ് ഐസക്ക് തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നുള്ള നിലപാട് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ഇടുക്കിയിൽ മുൻ MP ജോയ്സ് ജോർജ് ആയിരിക്കും മത്സരിക്കുക. ആറ്റിങ്ങലിൽ V ജോയ് MLA ആണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് 12 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ചിത്രം രൂപം ആയിരിക്കുന്നത്. ഈ പട്ടികയിൽ കാര്യമായ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. മലപ്പുറത്ത് 2 പേരുകളാണ് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രധാനമായും പരിഗണിച്ചത്. ഒന്ന് അബ്ദുള്ള നവാസ്, മറ്റൊന്ന് VP സാനു. ഇവർ 2 പേരുടെയും പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പേര് പാർട്ടി സംസ്ഥാന നേതൃത്വം അംഗീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പൊന്നാനിയിൽ ഇടതുപക്ഷം പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം കുറച്ചുകൂടി വിശദമായ കൂടിയാലോചന നടത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ എന്നുള്ള നിലപാടാണ് ജില്ലാ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. അടുത്തയാഴ്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും പ്രഖ്യാപനവും ഒക്കെ തന്നെ നടന്ന ശേഷമാണ് CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറ്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി നേരത്തെ സ്ഥാനാർത്ഥി നിർണയം നടക്കണം എന്നുള്ള നിലപാട് താഴെത്തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് പതിവ് സാമ്പ്രദായിക രീതിയിൽ നിന്ന് വിട്ട് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ CPM തയ്യാറെടുത്തത്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പകരം വീട്ടണം, ശക്തമായ നിലയുറപ്പിക്കണം. കേരളത്താണ് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം. കനൽ ഒരു തീയായി ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് CPIM ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്.